നോൺ ABS ആയ ഒരു വണ്ടി നമ്മൾ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ABS കയറ്റാൻ കഴിയുമെന്നുള്ളത്. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാലം അവിടെ നിർത്തിയിട്ട് മറ്റു കാലം നിർത്തിയില്ലെങ്കിൽ എന്തായാലും സിറ്റുവേഷൻ വരിക. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഏകദേശം ഇപ്പോൾ വണ്ടി കുറേ കാലമായിട്ട് ഓടിക്കുന്നുണ്ടാവും, എന്നാലൊരു വണ്ടി എങ്ങനെ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ കറക്റ്റായിട്ട് അറിയാത്തത് അതുപോലെ തന്നെ ഡൗട്ടുള്ള ആൾക്കുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ ആരൊക്കെ കാണേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പുതിയ വണ്ടി എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത്. എന്നാൽ നിങ്ങളൊരു ബൈക്ക് നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി റൈഡറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നില്ല. അപ്പോൾ ഇതിൽ എന്നോട് ഒരാൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, അതോടെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആണ് കേട്ടോ. ചില ആളുകൾ ഫ്രണ്ട് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടാവും, ചില ആളുകൾ ബാക്ക് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടാവും. അവരോട് ആദ്യമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങൾ ബാക്ക് ബ്രേക്ക് ചവിട്ടാതെ ഫ്രണ്ട് പിടിക്കുന്നതും അത് ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് സ്ലോ ആക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നിങ്ങൾ മാക്സിമം ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ, ഇനിയിപ്പോൾ ഒരു എമർജൻസി ബ്രേക്ക് കൂടെ നമുക്ക് അത്യാവശ്യം ഒരു ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒക്കെ എന്ത് വന്നാലും നിങ്ങൾ മാക്സിമം രണ്ട് ബ്രേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട് മാത്രം പിടിക്കരുത്, അത് ഡേഞ്ചറാണ്. നിലവിലിപ്പോൾ ABS കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫ്രണ്ട് പിടിക്കുന്ന ടൈമിൽ ഫ്രണ്ടിൽ വല്ല ചിരലോ അതുപോലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ വീയും കഴിയും കാലും വണ്ടിയും ഒക്കെ കംപ്ലൈൻ്റ് ആവും. നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ഒരു യൂസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ബാക്ക് ബ്രേക്ക് ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് ലീനിയറാണ്, എന്ത് ചവിട്ടിയാൽ ചവിട്ടുന്ന ആ സ്പോട്ട് തന്നെ നമുക്ക് റെസ്പോണ്ട് ഇല്ല. എന്നാൽ ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല ഷാർപ്പാവും. ഇപ്പോൾ ഏകദേശം പൊതുവെ പല വണ്ടിന് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല പവർഫുൾ ആവും. അപ്പോൾ ബാക്കിനെ അപേക്ഷിച്ചിട്ട് ഫ്രണ്ട് ബ്രേക്കും കൂടെ തന്നെ വണ്ടീൻ്റെ ആ ഒരു ബാക്ക് ബ്രേക്കും, ഇത് കുറച്ച് ബാക്കിലായതുകൊണ്ട് തന്നെ എങ്ങനെ കാണിക്കണം, ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത സ്പോട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ബാക്ക് വേണം സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, ബാക്ക് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഫ്രണ്ട് പിടിക്കുക. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടും. നമ്മൾ ബ്രേക്കിംഗ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിലവിൽ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ട പവർ ഫുള്ള് ഫ്രണ്ടിൽ തന്നെ കൊടുക്കേണ്ടത്, എന്നാലേ വണ്ടി പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റൊരു വീഡിയോയിൽ ബാക്ക് ബ്രേക്കിനെ കുറിച്ചിട്ടും വണ്ടി എങ്ങനെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് നിർത്താന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80 to 70% ഫ്രണ്ട് ബ്രേക്കും കൂടാതെ തന്നെ 20 to 30% ബാക്ക് ബ്രേക്കുമാണ് നമ്മൾ ഒരു വണ്ടിയിൽ, ഒരു ബൈക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ബാക്ക് ബ്രേക്കിൽ 70 ഫ്രണ്ടിൽ 30, അല്ലെങ്കിൽ ബാക്ക് ബ്രേക്കിൽ 80 ഫ്രണ്ടിൽ 20 കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്ക് ടയർ സ്കിഡാവും. അതിപ്പോൾ ABS-ലെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്കിഡാവില്ല, പക്ഷേ ABS-ലെ വണ്ടിയാകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ബ്രേക്കിംഗ് നിങ്ങൾക്ക് കിട്ടില്ല. ആ ഒരു ടൈമിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് ബ്രേക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പിടിക്കുക. ഓക്കെ, ഫ്രണ്ട് തന്നെയാണ് അത്യാവശ്യം പവർ കൊടുക്കേണ്ടത്, പക്ഷേ എന്നാൽ നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ബാക്ക് ബ്രേക്ക് മാത്രം ചവിട്ടി നമ്മൾ പോവുകയാണ്, ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കണം എന്നുള്ള ചവിട്ടിലല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ചൊരു അത്യാവശ്യം ഒരു പെട്ടെന്നുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആകുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് മാത്രം പിടിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഓടുകയാണ്, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാലം അവിടെ നിർത്തിയിട്ട് മറ്റു കാലം നിർത്തിയില്ലെങ്കിൽ എന്തായാലും സിറ്റുവേഷൻ വരിക. അത് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കും, ഇനി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ജസ്റ്റ് ഒന്ന് അത് ഹൈ സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് നിന്ന് നോക്കുക, ഒറ്റ കാലം മാത്രം സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ കാലം ഫ്രീ ആക്കി വിട്ടു നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയാം, അത് തന്നെയാണ് ഈ ബൈക്കിൽ സംഭവിക്കുക. ചന്തി അടിച്ച് വീഴും, വേറെ ഒന്നുമില്ല, അതന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിലാവും, ഈ വണ്ടിയാകുമ്പോൾ ചന്തി ആവില്ല, മൊത്തത്തിൽ അടിക്കുമെന്ന് മാത്രം. ഓക്കെ, ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സ്പോട്ടിൽ തന്നെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ശ്രമിക്കുക, അപ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് കിട്ടും. വീണ്ടും പറയാണ്, ഫ്രണ്ട് ഏകദേശം ഒരു 70 ആണെന്നുണ്ടെങ്കിൽ ബാക്ക് 30, ഫ്രണ്ട് ഏകദേശം ഒരു 80 ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ഒരു 20 കൊടുത്താൽ മതി, നല്ലൊരു ബ്രേക്കിംഗ് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റത്തെ കാര്യം അതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് പെട്ടെന്ന് പിടിച്ച് 70% ഒക്കെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ, അല്ലെങ്കിൽ 80% ഒക്കെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി പെട്ടെന്ന് മറിയില്ലേ, ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തോന്നുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയുന്നത്, ഫ്രണ്ട് ബ്രേക്ക് അങ്ങനെ പവർ കൊടുക്കുന്നത് ഡേഞ്ചറാണോ വെച്ചാൽ ചില സാഹചര്യത്തിൽ ഡേഞ്ചറാണ്. ഒന്നാമത്തെ കാര്യം, റോഡിൽ ഈ പിന്നെ കുഞ്ഞു കല്ലുകൾ മണലൊക്കെ ഉള്ള ടൈമിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ബാക്ക് സപ്പോർട്ട് ചെയ്ത് രണ്ട് ബ്രേക്കും ഏകദേശം ഒരുപോലെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾ അത്യാവശ്യം നല്ല ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. പിന്നെ തന്നെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ടൈമിൽ, ഫ്രണ്ട് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് താങ്ങേണ്ട ടൈമിലൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു ബ്രേക്ക് പിടിക്കേണ്ട ടൈമിൽ മാക്സിമം എന്ത് ചെയ്യുക, വണ്ടീൻ്റെ ഹാൻഡിൽ സ്ട്രൈറ്റ് ആവാൻ ശ്രമിക്കുക കേട്ടോ. ഒരു സ്ട്രൈറ്റ് ലെവലിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി മറിയാൻ ചാൻസ് കൂടുതലാണ്. കുറേ ആണ്ടുണ്ടാവും വണ്ടി കോർണറിങ് ചെയ്യുമ്പോഴൊക്കെ വണ്ടി മറിഞ്ഞിട്ടുണ്ടാവും, കുറേ ആളുടെ മറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. കോർണറിങ് ടൈമിലൊക്കെ രണ്ട് ബ്രേക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യുക കേട്ടോ, രണ്ട് ബ്രേക്കും മാക്സിമം ഒരുപോലെ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കോർണറിങ്ങിന് ഒരു അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എനിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. തീർച്ചയായിട്ടും ഒരു വളവ് ഇടിക്കാനുള്ള സ്പീഡ് കാര്യങ്ങളൊക്കെ മാക്സിമം ഉണ്ടാവും, ആ ഒരു സ്പീഡിൽ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയുന്ന ചെറിയൊരു ടിപ്പ് എന്താ വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ അറിയാത്തൊരു വളവ്
കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റൈഡ് പോവാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലമാണ്, ആ സ്ഥലത്തിൽ മാക്സിമം അല്ലെങ്കിലും എല്ലാ സ്ഥലത്തും ഓവർ കെയർ എടുത്തുകൊണ്ട് ഓടിക്കണം. പക്ഷേ അതിലും കൂടുതൽ കുറച്ചുകൂടി കെയറിങ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പരിചയമില്ലാത്ത റോഡിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ കേട്ടോ. കാരണം എനിക്ക് എൻ്റെ മുമ്പത്തെ ഒരു ബ്രദറിന് ഉണ്ടായതാണ്. കാരണം അവന് ഞാൻ പോരുന്ന പോലെ ബൈക്കുമ്പോൾ എൻ്റെ കൂടെ സ്പീഡ് പോകുന്നു, പക്ഷേ അവന് ഇവിടുത്തെ അല്ലായിരുന്നു, അവന് കുറച്ച് ലോങ് ആയിരുന്നു, അവനൊരു റൈഡ് കഴിഞ്ഞ് വരുമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, കോർണർ ചെയ്ത് വണ്ടി എടുത്ത് കൊണ്ടുപോയി. പക്ഷേ അവന് അത് അത്ര ഒരു വലിയൊരു വളവാണെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അവൻ നേരെ പോയി മറിഞ്ഞില്ല, പക്ഷേ എന്തായാലും എന്തോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഞാൻ വണ്ടി നിർത്തി, അവനൊന്നും പറ്റിയില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അവൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ അല്ല, ഞാൻ ഇത്രയും വലിയൊരു വളവ് എക്സ്പെക്റ്റ് ചെയ്തില്ലത്. ബ്രോൻ്റെ പിന്നീട് അങ്ങനെ ബ്രോ കോർണർ ചെയ്ത പോലെ എനിക്കും കിട്ടുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ബ്രോക്ക് ഇതൊക്കെ അറിയുന്നതുകൊണ്ട് ബ്രോ മുൻകൂട്ടി ഇത് കരുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും അതെല്ലാം ശ്രമിക്കുക. പറയാനുള്ള കാരണം അത് ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല യൂസ്ഫുൾ നമുക്ക് ആവാറ് കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷനിലൊക്കെ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്നൊരു സാധനത്തിനൊക്കെ അത് ജസ്റ്റ് ഫ്രണ്ട് നിന്ന് കുത്തിയാൽ അത് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ അവിടെ നിന്നൊരു സേഫ് ആവും. നമ്മൾ രണ്ട് ബ്രേക്കും ഒരുപോലെ പിടിക്കണമെന്നില്ല. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബൈക്കിലേക്ക് ഒറ്റയടിക്ക് കയറി വരുന്ന ആളുകൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ചിലപ്പോൾ രണ്ട് ബ്രേക്കും ഒപ്പം അപ്ലൈ ചെയ്യാൻ കുറച്ച് ടൈമിംഗ് ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്രണ്ട് പിടിക്കുക. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റോട്ടിലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാട്ടോ, അതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം നമ്മൾ പറയുന്ന ഓരോ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പബ്ലിക് റോട്ടിലൊന്നും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഡ്രം മോഡൽ അല്ലെങ്കിൽ അതുപോലുള്ള ബ്രേക്ക് ഉപയോഗിച്ചിട്ടാണ് പരിചയം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള ബൈക്ക് KTMൻ്റെ ബൈക്കുകൾ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആ വണ്ടീൻ്റെയൊക്കെ ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല ഷാർപ്പാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വണ്ടി ഒന്ന് ഓടിച്ച് ആദ്യം ഫ്രണ്ട് വെല്ലൊന്ന് അപ്ലൈ ചെയ്ത് ബ്രേക്കൊക്കെ നോക്കിയിട്ട് അത് വണ്ടിയെ മനസ്സിലാക്കി ഓടിക്കുക കേട്ടോ. അപ്പോൾ ആരാണെങ്കിലും ഏത് വണ്ടി ഓടിക്കുമ്പോഴും ആ വണ്ടിയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓടിച്ചാൽ ആ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ട് നമ്മൾ വണ്ടിയെ തരില്ല. കൂടെ തന്നെ എനിക്കൊരു ബൈക്ക് ഓടിക്കുന്ന ആളുകളൊക്കെ അല്ലേ, ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമുക്ക് തീരെ ബാലൻസ് ഇല്ല, ഒരു ബൈക്കിൻ്റെ ബാലൻസിങ് പോലും ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളിൻ്റെ ബാലൻസിങ് പോലും ഇല്ലാണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രം ബ്രേക്ക് മോഡൽ ബൈക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിലൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ആ ഒരു ബാലൻസിങ് കിട്ടിയതിന് ശേഷം മാത്രം ഡിസ്ക് വേരിയൻറ്റിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈം എനിക്കറിയാം, കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ ബൈക്ക് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പഠിച്ചു വരുന്നൊന്നുമില്ലല്ലോ, നമ്മളിത് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച ആ ഒരു ടൈമിൽ നിങ്ങൾ ആലോചിക്കാന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ വണ്ടി പോകുമ്പോൾ വണ്ടി പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ ആ വണ്ടിമെന്ന് ഹാൻഡിൽ നീച്ചിട്ട് ടാങ്കുമ്പോഴൊക്കെ കയറിയിരുന്നിട്ടുണ്ടാവും ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ കുറേ സിറ്റുവേഷൻ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ടൈമിൽ ഏതെങ്കിലും പഴയൊരു മോഡൽ വണ്ടിയോ അല്ലെങ്കിൽ ഡ്രം ബ്രേക്കുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഡ്രം ബ്രേക്കുള്ള മോഡൽ വണ്ടിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ ആ ഒരു സ്കിഡിങ് പ്രവണതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ABS എന്ന് പറഞ്ഞ സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ABS ആണെങ്കിലും നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബിഗിനേഴ്സൊക്കെ ഒരു ബൈക്ക് എടുക്കുക, ഒരു ഡിസ്ക് വേരിയൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ബിഗിനേഴ്സല്ല ആരാണെങ്കിലും മാക്സിമം ABSലൊരു വണ്ടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബ്രേക്ക് ചെയ്യാമെന്ന് അറിയുന്ന ആളാണ്, അതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ABSൻ്റെ ആവശ്യമില്ല. കാരണം അത് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ അറിയും, അത്രേ ഉള്ളൂ. ABSൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമായി പറഞ്ഞോ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നത്, അതിപ്പോൾ ഏകദേശം ഒരു മൂന്നാമത്തെ ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരുത്തം ചോദിച്ചൊരു ഡൗട്ടാണ്, എന്ത് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രോ ഞാനൊരു പുതിയ വണ്ടി വാങ്ങി, ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിൻ്റെ ഈ ഒരു ത്രോട്ടിൽ അതിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ആക്സിലേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയാണ് ബ്രോ, അതിനുള്ളൊരു പരിഹാരം എന്താ, അതിൻ്റെ വണ്ടിൻ്റെ കംപ്ലയിൻ്റ് ആണോ, പക്ഷേ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്കത് കുറേ ആൾക്കില്ല പ്രശ്നമാവും. എനിക്കാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ ചെറിയൊരു FZ എടുത്ത ടൈമിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് കഴിച്ചിലായി, പ്രശ്നമൊന്നും സംഭവിച്ചില്ല. പക്ഷേ എന്നാലും ഞാൻ ഈ ബ്രേക്ക് പിടിച്ച ടൈമിൽ എന്ത് ചെയ്തു, വണ്ടി ഓവറായിട്ട് റൈസായി. റൈസായി, പക്ഷേ ഞാൻ ക്ലച്ച് വിടാത്തതുകൊണ്ട് വണ്ടിയൊന്നും ഇപ്പോൾ സംഭവിച്ചില്ല. വണ്ടി പിന്നെ ന്യൂട്രൽ കടന്ന് റൈസാവുന്ന പോലെ അങ്ങനെ റൈസായെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ ക്ലോസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് പിടിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണം. ആക്സിലേറ്റർ പിടിച്ചിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ പിടിക്കരുത്, എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക, ആക്സിലേറ്റർ ക്ലോസ് ചെയ്യുക, ബ്രേക്ക് പിടിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത് ഒരു പവർ ബ്രേക്കിൻ്റെ ടൈമിൽ. അല്ലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കൂടാതെ കാരണങ്ങളും എന്താണെന്ന് വെച്ചാൽ കണ്ടോ, നമ്മൾ ഈ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിലവിൽ ബ്രേക്ക് യൂസ് ചെയ്യാറ് ഇങ്ങനെയാണ്. ഓക്കെ, ചിലവർ ഇങ്ങനെ യൂസ് ചെയ്യും, ചിലർ ഒറ്റ വിരലേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഒറ്റ വിരലേ ഉപയോഗിക്കാറുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ യൂസിങ് ആണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ഒരു നോർമൽ പോക്കിലൊക്കെ സിംഗിൾ വിരൽ മതി. ഒരു ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കാന്നുണ്ടെങ്കിൽ സിംഗിൾ വിരൽ മതി. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പവർ ബ്രേക്കിൻ്റെ ടൈമിൽ ഈ രണ്ട് വിരൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് വിരൽ മാത്രം ഉപയോഗിക്കുക. ഏതാണോ നോർമലി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം അത് ഉപയോഗിക്കുക. എനിക്ക് ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് ബ്രേക്കിങ് രണ്ട് വിരലുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടോ, ഓക്കെ, ആക്സിലേറ്റർ പോവില്ല, കണ്ടോ. അതിൽ ഈ ഒരു ബ്രേക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ബ്രേക്കിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കുക നമ്മൾ. ഓക്കെ, എപ്പോഴും കൊടുക്കണമെന്നില്ല, നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട, ഇപ്പോൾ ട്രാഫിക്കിലൂടെ പോകുമ്പോൾ ഒരു ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ. ഓക്കെ,
ബ്രേക്കിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചിട്ട് തന്നെ ഒരു വീഡിയോയിൽ എനിക്ക് പറഞ്ഞുതരും. ഒരു പാർട്ടായിട്ട് വീഡിയോ വരും ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ട് കേട്ടോ. കാരണം കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇന്ത്യയിൽ കമൻറ്റ് ബോക്സിൽ വരും നീ ഞങ്ങളത് പഠിപ്പിക്കാനാണോ, അങ്ങനെ കുറേ ആൾ പറയും. അത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയോണ്ടാവും, പ്രശ്നമൊന്നുമില്ല, അവർ പറയട്ടെ. അപ്പോൾ അതുപോലെ പറയുന്നവർ ഈ ഒരു വീഡിയോ കാണേണ്ടതെന്ന് എനിക്ക് പറയില്ല. കാരണം ഇത് ഞാൻ ബൈക്കിനെ കുറിച്ച് ഏകദേശം വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് മാത്രം വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യമാണ്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. വണ്ടി ഒന്ന് ഒഴിഞ്ഞ റോഡൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് ബ്രേക്ക് നിർത്തുക. തീർച്ചയായിട്ടും നോക്കും ബാക്കിൽ വണ്ടി വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യം ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോയി മറിച്ചിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത് കേട്ടോ, അതുകൊണ്ട് പറയാണ്. അപ്പോൾ ഇതിൽ വേറൊരു ബ്രോ ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു ഒരു 2-3 രീതിയിലാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒന്ന് ഡ്രം ബ്രേക്ക്, ഒന്ന് ഡിസ്ക് ബ്രേക്ക്, ഒന്ന് ABS ബ്രേക്ക്, അല്ലെങ്കിൽ ABS ബ്രേക്ക് സിസ്റ്റമുള്ള ഡിസ്ക് ബ്രേക്കുള്ള വണ്ടി. നോൺ ABSൽ ഇത് നോക്കുമ്പോൾ ഇതിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട ടൈം പതിയെ ബ്രേക്ക് ചെയ്യുക. പതിയെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നോൺ ABS വണ്ടിയാണ്, നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒറ്റടിക്ക് കൊടുക്കരുത്. അതിന് പറയണം ഇപ്പോൾ ഏകദേശം ഒരു 100% ബ്രേക്കിംഗ് ആണ് ഈ വണ്ടി, അല്ലെങ്കിൽ 100% ഇത് ഫുള്ള് പിടിക്കുമ്പോൾ ആ 100% പിടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു 50% പിടിക്കുന്നതിന് പകരം ഒറ്റടിക്ക് അങ്ങനെ കൊണ്ടുവരുത്, ജസ്റ്റ് പിടിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു വീടിൻ്റെ അവിടെ നിർത്തണം, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഇതുണ്ട് ഷെഡ്, അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു 10%, ഒരു 30%, ഒരു 50%, ഒരു 70% അങ്ങനെ വണ്ടി ബ്രേക്ക് ചെയ്യുക. എന്താ വെച്ചാൽ അത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പെർസെൻറ്റേജ് വെച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാതൊന്നുമല്ല. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പതിയെ അപ്ലൈ ചെയ്യുക, പിന്നെ ഒന്ന് പതിയെ അപ്ലൈ ചെയ്യുക, പിന്നെ ഫുള്ള് നിർത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യുക. അതായാലും നിങ്ങളിപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ ബ്രേക്കിൻ്റെ ഷാർപ്നെസ് കാര്യങ്ങളൊക്കെ ഓരോ വണ്ടിക്കും വേറെ വേറെ രീതിയിലാണ് വരിക. അതൊക്കെ നിങ്ങൾ വണ്ടീൻ്റെ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞൊരു നോർമൽ ബ്രേക്കിംഗ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മുൻപിലേക്ക് കാണുന്നുണ്ട്. അതല്ല, നിങ്ങൾക്കൊരു പവർ ബ്രേക്കിംഗ് ആണ് വേണ്ടത്. പവർ ബ്രേക്ക് പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അവിടെ നമ്മളൊരു കുട്ടി നടന്നിരുന്ന കണ്ടു, പെട്ടെന്ന് കാണാം. നമ്മളിപ്പോൾ ഒരിക്കലും അതിപ്പോൾ ലോങ്ങൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പവർ ബ്രേക്ക്, അതിൽ നോൺ ABS അല്ല വണ്ടിയിൽ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്തിട്ട് പിടിക്കുക. അത് നമുക്ക് നമ്മളെ മൈൻഡിൽ അടവ് വരിക. കാരണം നമ്മൾ പിടിക്കുമ്പോൾ വണ്ടി സ്കിഡാവുന്നില്ല, ആ ഒരു പ്രവണത വരുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ബ്രേക്ക് പിടിക്കുക, വണ്ടി റിലീസ് ചെയ്യുക, വീണ്ടും പിടിക്കുക, റിലീസ് ചെയ്യുക. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഒഴിഞ്ഞ ഏരിയയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയാതെ ചെയ്താൽ തീർച്ചയായിട്ടും അത് ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുത്തി പിടിച്ചാൽ മതി. അത് വലിയൊരു മാരക പണിയൊന്നുമല്ല, പക്ഷേ അതൊന്ന് പടിഞ്ഞ് കിട്ടാൻ, ഇപ്പോൾ നമ്മൾ റവ് മാച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം അതിന്. ടയർ ലോക്കാവുന്ന ആ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കാനാണ് അത് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ABSൻ്റെ വർക്കിംഗ് അത് തന്നെയാണ്, പക്ഷേ ABS അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം, നമ്മളത് ചെയ്യുന്നു മാത്രം. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് ഏകദേശം വണ്ടി നിങ്ങളെ കൺട്രോളിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നതും, അതുപോലെ തന്നെ നമ്മളെ കൺട്രോൾ വിട്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മളെ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു മനസ്സിലാവുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ആ വണ്ടി ഫുള്ള് ബ്രേക്ക് ചെയ്തിട്ട് നിർത്തുക, അത്രമാത്രം. ഓക്കെ, കൺട്രോൾ പോകാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. കൺട്രോൾ പോകും എന്നുള്ള സിറ്റുവേഷനിൽ ആ ഒരു കൺട്രോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ നമ്മൾ ഒറ്റയടിക്ക് നോൺ ABS ആയ വണ്ടികൾ പിടിച്ച് നിർത്തിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, വീഴും, അതിലൊരു ഡൗട്ടും ഇല്ല. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിലവിലിപ്പോൾ നിങ്ങൾ RC200 ഓടിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ R1 BMW ഹെവി മോഡൽ 1000cc 1200cc ഉള്ള വലിയ വണ്ടികളൊക്കെ ഓടിക്കേണ്ട മനുഷ്യരാകും. പക്ഷേ നിങ്ങൾ ഈ ഒരു 200cc തന്നെ പോയിട്ട് നിങ്ങളുടെ ലൈഫ് ഇതൊക്കെ കൊള്ളാക്കുക, ഒരിക്കലും നിങ്ങൾക്ക് അതൊന്നും ഓടിക്കാൻ കഴിയില്ല. ഓക്കെ, ദയവിധി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകൾ, അത് പറഞ്ഞാൽ വലിയ കേവ് കാര്യങ്ങളൊക്കെ വരുന്ന റോഡിലൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുക, മാക്സിമം സൂക്ഷിച്ച് ഒരു ആവറേജ് സ്പീഡിൽ നമുക്ക് നമ്മളെ വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആ സ്പീഡിൽ തന്നെ നമ്മൾ പോവുക. വണ്ടിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ വണ്ടിൻ്റെ ആ ഒരു ഫസ്റ്റ് 2000 കിലോമീറ്ററിൽ എങ്ങനെ ഓടിക്കാം എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വണ്ടിൻ്റെ എഞ്ചിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ എങ്ങനത്തോളം കൂട്ടാം, എങ്ങനെ വണ്ടി കയറി, അങ്ങനെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്ക് ഇനി ABSലെ വണ്ടി എങ്ങനെയാണ് പവർ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സ് എങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഏകദേശം എനിക്കറിയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയണേ. ഒരുപാട് അടിപൊളി റൈഡേഴ്സ്, ലഡാക്ക് അടിച്ച റൈഡേഴ്സും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള റൈഡേഴ്സ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വല്ല ബ്രേക്കിന് വല്ല ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സിംഗിൾ ചാനൽ ABS എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ABS ഉണ്ടാവുള്ളൂ. ബാക്കിൽ നമ്മൾ നോർമലി നോൺ ABS ഉള്ള വണ്ടികളെല്ലാം ആയിരിക്കും ഒരു ബ്രേക്കിംഗ് ആവും. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഓക്കെ ആവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ബാക്ക് ബ്രേക്ക് ആ ഒരു പെട്ടെന്ന് ചൂട്ടിയ സ്കിഡാവുന്ന ആ ഒരു മോഡൽ തന്നെ ആവും. നിങ്ങൾ മാക്സിമം സൂക്ഷിച്ച് വേണം ചോദിക്കട്ടെ, കാരണം അത്യാവശ്യം നല്ലൊരു ഹെവി പവർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ വണ്ടി സ്കിഡായി മറിയാൻ ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് ABS ആണെങ്കിലും സ്കിഡാവും, പക്ഷേ മാക്സിമം സ്കിഡാവാനുള്ള പ്രവണത കുറക്കും. എത്ര അപ്ഡേറ്റഡ് അല്ലെങ്കിൽ എത്ര ഹൈ
സ്റ്റക്കായാലും അതിൽ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്നത് അത്രത്തോളം പെർഫെക്റ്റ് ആയില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നം അതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും ഇപ്പോൾ ഒരു ABS ഉണ്ട് എഴുതിയിട്ട് ആ ഒരു വണ്ടി 100% ബ്രേക്ക് പിടിച്ചാൽ സേഫ്റ്റിയാണ്, 100% ബ്രേക്ക് പിടിച്ച് ആട് എങ്ങനെ ചവിട്ടിയാലും നിൽക്കുമെന്നൊന്നും ആരും കരുതണ്ട. എന്തായാലും ഒരു ABS ഉള്ള വണ്ടിയിൽ സിംഗിൾ ചാനലാണ് ഡുവൽ ചാനലാണെങ്കിലും അതിൽ പോകുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് ഓയിലുള്ള റോഡാണ്, അതിന് ABS എന്തുണ്ടായിട്ടും കാര്യമില്ല, ബ്രേക്ക് പിടിക്കുക പോലും വേണം, ഒന്ന് കോർണർ ചെയ്താൽ തന്നെ വണ്ടി സ്കിഡായി പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ ചെറിയിലൊക്കെ ABS ഫ്രണ്ട് സ്കിഡാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ABS വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബ്രേക്ക് കേട്ടോ, നല്ല പവർ ബ്രേക്കൊക്കെ ചെയ്യുക, ഒരു പേടിയും പേടിക്കണ്ട, അത്യാവശ്യം നല്ലൊരു ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 2 വിരൽ ഉപയോഗിക്കുക, 2 വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പിടിച്ച് നിർത്താം. വണ്ടി പിടിക്കുമ്പോൾ തന്നെ വണ്ടി നിൽക്കും, അതിലൊരു ഡൗട്ടില്ല. ഇത് നോൺ ABS ആയിട്ട് വണ്ടി അത്യാവശ്യം അടിപൊളിയായിട്ട് പിടിച്ച് നിർത്താൻ കഴിയും ABS ഉള്ള വണ്ടികൾ. അത് ഞാൻ ഇപ്പോൾ നമ്മളെ R15 V3 ഒക്കെ ഓടിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. കൂടാതെ RCൻ്റെ തന്നെ ഇപ്പോൾ BS6 വന്നപ്പോൾ ഡുവൽ ചാനൽ ABS ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, അതൊക്കെ നല്ല കാര്യമാണ്, നല്ല ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സിംഗിൾ ചാനൽ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം ഒരു ഡുവൽ ചാനൽ ABS ഉള്ള വണ്ടി എടുക്കാൻ ശ്രമിക്കട്ടെ. ABS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABSൻ്റെ ആ യൂസ് ഡുവൽ ചാനൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വണ്ടി നിങ്ങൾ ABS വർക്കിംഗ് ആണെന്ന് ജസ്റ്റ് ഇടക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതല്ല നമ്മൾ ABSനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഹൈ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യും, ABS വർക്കാവില്ല, കൊട്ടിപ്പടയും. ഓക്കെ, അതെന്തായാലും ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡുവൽ ചാനൽ ABS ആണ്, നല്ലൊരു വണ്ടിയാണ്, അതിൽ നമുക്ക് ബ്രേക്കിംഗ് ടൈം കാര്യങ്ങളൊക്കെ തന്നെ നല്ല സുഖമാവും. അത് കരുതിയിട്ട് നിങ്ങൾ ഡുവൽ ചാനൽ ABS വണ്ടിയിൽ അത്യാവശ്യം റോഡിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് തീരെ ടയർ ഗ്രിപ്പില്ല, തേയാനൊരു ടയറാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് വളരെ കുറവാകാരം വണ്ടിയിൽ. അത് എനിക്ക് ഉണ്ടായതാണ്. ഞാൻ ഇൻ്റർസെപ്റ്ററൊക്കെ ഓടിച്ചപ്പോൾ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇൻ്റർസെപ്റ്റർ ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഓടിച്ചപ്പോൾ അതിൻ്റെ ബാക്ക് ടയർ പറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പേടിച്ചു, എന്ത് ഈ വണ്ടിക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ബാക്ക് ടയർ ആകെ മൊട്ടായിക്കണു, വെള്ളമുണ്ട് റോട്ടിൽ. അതുകൊണ്ടാണ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. അതിൽ ബ്രേക്ക് ABS ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ്, നോൺ ABS ആയ ഒരു വണ്ടി നമ്മൾ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ABS കയറ്റാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ RC200 ഈ ഒരു മോഡലിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ABS മോഡലാണ്, പക്ഷേ സിംഗിൾ ചാനൽ ABS ഉള്ള മോഡലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ABS അല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് നമുക്ക് ഇപ്പോൾ ഡുവൽ ചാനൽ ABS അല്ലെങ്കിൽ സിംഗിൾ ചാനൽ ABS ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ചാനൽ ABS ഡുവൽ ചാനൽ ആക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആക്കാൻ പറ്റതായിട്ടൊന്നുമില്ല. E3 എടുത്തിട്ട് അത് R1 ലുക്കിലേക്ക് ആക്കിയ ആളുകളുണ്ട്. അങ്ങനെ അതിൽ മോഡിഫിക്കേഷൻ അത് കഴിയാത്തതായിട്ടൊന്നും ഇപ്പോൾ നമ്മളെ ഈ ലോകത്തില്ലാതെ തന്നെ പറയാം. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ കാര്യത്തിൽ അത്രത്തോളം സേഫ്റ്റി ആവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനത്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ABS എന്ന് പറഞ്ഞിട്ടുള്ള ABSൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ ABS കിട്ടുന്നത്. അത് വർക്ക് ചെയ്യുന്ന ABSകളുണ്ട്, നല്ലൊക്കെ വർക്ക് ചെയ്യുന്ന ABSകളുണ്ട്. പക്ഷേ പൊതുവേ അതിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഈ RC200 പോലുള്ള വണ്ടികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിൽ കമ്പനി കൊടുക്കുന്ന ABS നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിടുന്നൊരു ABS സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മൾ ഏകദേശം ഫ്രണ്ട് ഒരു 70% ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ABS എന്ത് ചെയ്തു, ഒരു 40%ഓ ഒരു 30% വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ വർക്കിംഗ് കിട്ടില്ല, അവിടെ ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പവർ ബ്രേക്ക് ചെയ്യേണ്ട ടൈമിലും എന്ത് ചെയ്യും, ABS അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. വണ്ടി ബ്രേക്ക് ഇട്ടാതെ മറിയാനും, പവർ ബ്രേക്കായിട്ട് വണ്ടി മറിയാനും, ബ്രേക്ക് ഇട്ടാതെ പോയി ഇടിച്ച് മറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പുതിയ ബൈക്കിൽ അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുത്തിട്ട് അതിൽ ഡുവൽ ചാനൽ ABS ഇൻസ്റ്റാൾ ചെയ്യേണ്ട നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് ബ്രേക്ക് പാഡ് നല്ല അടിപൊളി ബ്രേക്ക് പാഡുകൾ വാങ്ങാൻ കിട്ടും. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടില്ല, ഒരു ഒറ്റ സെറ്റിന് തന്നെ 1000 അപ്പോൾ പ്രൈസ് വരുന്ന ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിയിടാം. പറയാൻ കാരണം എന്താ വെച്ചാൽ ABS വർക്ക് ചെയ്യാൻ കുറേ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ, വണ്ടി പോകുന്ന സ്പീഡ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ABS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ പുറത്തുനിന്നുള്ള ABS കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ABS ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഏകയുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ആ ഒരു വണ്ടിൻ്റെ എന്ത് ചെയ്യണം, ഇപ്പോൾ KTM 390 അല്ലെങ്കിൽ KTM 200ൻ്റെ ഡുവൽ ചാനൽ ABS ഉള്ള മോഡലിൻ്റെ ABS ഇട്ടിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴും ഈ ഒരു വണ്ടിൻ്റെ ഒരുപാട് ഇലക്ട്രോണിക് പാർട്സ് കാര്യങ്ങളൊക്കെ തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കൂട്ടുകാരൻ്റെ 390ൻ്റെ ABS ഡാമേജ് ആയിട്ട് അതിൻ്റെ ABSൻ്റെ മോട്ടറിന് മാത്രം ഏകദേശം 14,000 രൂപേൻ്റെ അടുത്ത് പ്രൈസ് വരുന്ന ഞാൻ അറിഞ്ഞ് ചോദിച്ചപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ അസംബ്ലി വാങ്ങുമ്പോൾ എന്തായാലും അപ്പോൾ ഒരു 24-30 അപ്പോൾ എന്തായാലും ആ സാധനത്തിന് പോകുന്നില്ല, ഒരു ഡൗട്ടും ഇല്ല. 2,30,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക്. ഇതിൻ്റെ നോൺ ABS ഇപ്പോൾ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നോൺ ABS ആകുമ്പോൾ ഏകദേശം ഒരു 15,000 രൂപ, ഒരു 16,000 രൂപ കുറവാകാരം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരു 16,000 രൂപ ലാഭിക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു മോഡൽ എടുക്കും. പിന്നെ ആ ഒരു ABSൻ്റെ യൂസേജും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മളൊന്നും അറിയുമ്പോഴൊക്കെ കയറും നമുക്ക് ABS എടുത്താൽ മതിയായിരുന്നു എന്ന് കരുതുന്നത്. അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത് എന്ത് ഇതിൽ ABS കയറ്റണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക,
ആദ്യം തന്നെ വണ്ടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡുവൽ ചാനൽ ABS ഉള്ള മോഡൽ, അതല്ലാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ ചാനൽ ABS ഉള്ളൊരു മോഡലെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ABS ഒരു വിഷയമല്ല, അത് വേറെ. അത്രമാത്രമല്ല, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ പുതുതായി വണ്ടി എടുത്ത ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേഫായിട്ട് എങ്ങനെ ഒരു ഹൈ സ്പീഡിൽ ബ്രേക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ABS ഉള്ളൊരു മോഡലും അതുപോലെ തന്നെ ഈ ഒരു മോഡലും വെച്ചിട്ട് കാണിച്ചു തരും. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ.